السلام عليكم ورحمة الله وبركاته. الحمد لله الذي جعل الشباب مرحلة قوة وعطاء وأودع فيهم العزم وطاقة البناء. أشهد أن لا إله إلا الله وأشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. وقال القائل يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഈ ഖുതുബയുടെ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും സുന്ദരമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിൽ തഖ്വയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ പ്രതിഫലത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരായത്താണ് ഇന്ന് നമ്മൾ ആമുഖമായി കേട്ടത്. സൂറത്തുൽ ഹശ്റിലെ 18-ാമത്തെ ആയത്ത്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ ഭക്തിയുള്ളവരാകുക, അള്ളാഹുവിൽ പ്രതീക്ഷയും ഭയവും ഉണ്ടാവുക. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചുവെന്ന് ഓരോ മനുഷ്യ ആത്മാവും പരിശോധിച്ചു കൊള്ളട്ടെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. വീണ്ടും ആ ആയത്തിൽ തന്നെ റബ്ബ് പറഞ്ഞത് അതാണ്. കാരണം അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അതിനിഗൂഢമായി അറിയുന്ന ജ്ഞാനിയാകുന്നുവെന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ബോധവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പുരുഷായുസ്സിലെ ഏറ്റവും നല്ല സുന്ദരമായ ഒരു കാലയളവിനെ സംബന്ധിച്ചാണ്. യൗവന കാലഘട്ടം. ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് ആ തലമുറയിലെ, അതല്ലെങ്കിൽ ആ രാജ്യത്തെ പൗരന്മാരിൽ തന്നെ ഏറ്റവും നല്ല യുവാക്കളായ ആളുകളാണ്. യുവാക്കളെ സംബന്ധിച്ച് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലും പറഞ്ഞു വെച്ച കാര്യങ്ങൾ പലതും നമ്മുടെ ഓർമ്മകളിലുണ്ടാകും. അതിനെ തട്ടിയെടുക്കുന്ന ആ ഓർമ്മകളിലൂടെ വീണ്ടും ജീവിതത്തെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന തരത്തിൽ ഈ ഉപദേശങ്ങൾ അള്ളാഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സൗഭാഗ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ. ദുർബലതയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹ്. ചെറുപ്പത്തിൽ ഒന്നിനും കഴിവില്ല, നടക്കാനോ നിൽക്കാനോ ഒന്നും ആവതില്ലാത്തൊരു കുഞ്ഞായിരുന്ന ഒരു കാലം. ആ കാലം കഴിഞ്ഞിട്ട് അള്ളാഹു നമുക്കൊരു ഏറ്റവും നല്ല ശക്തിമത്തായ ഒരു കാലം തന്നു. ആ ശക്തിമത്തായ കാലത്തിന് ശേഷവും വീണ്ടും കൈവരുന്നത് ദൗർബലതയുടെ കാലമാണ്. വാർദ്ധക്യത്തിൻ്റെ അവശതയുടെ, ബലഹീനതയുടെ ഒരു കാലഘട്ടം. ഈ രണ്ട് ദുർബലതകൾക്കുമിടയിലുള്ള ശക്തിമത്തായ കാലം അത് യൗവനമാകുന്ന കാലമാണ്. ഏറ്റവും നല്ല സുന്ദരമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ട ഒരു കാലയളവ്. പുരുഷായുസ്സിലെ അള്ളാഹു നൽകിയൊരു വലിയ അനുഗ്രഹമെന്ന ഒരു കാലയളവ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലഘട്ടത്തിൽ ഒരാൾ എത്ര ഊർജ്ജസ്വലനാണ് എന്ന് അനുഭവിച്ചറിയുന്നവരാ നമ്മൾ. എത്ര തൻ്റെടിയാണ്. താൻ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ പ്ലാനുകളെയും ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പക്വതയും പാകതയും കൈവരിക്കുന്ന ഒരു കാലം. എല്ലാ നിലക്കും ബുദ്ധിയുറച്ച ഒരു കാലം. തൻ്റെ ശരീരത്തിൽ എല്ലാ നിലക്കും ആരോഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. ആ കാലഘട്ടം ഒരു ഈമാനോടുകൂടിയാണെങ്കിൽ അവനോളം പോന്ന മഹൽ വ്യക്തി ഈ ദുനിയാവിലില്ല. ഈമാനാണ് നമ്മുടെ യൗവനത്തെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ, ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുവാനുള്ള അറിവാണ്, വിവേകമാണ്. ആ തലത്തിലാണ് നമ്മുടെ യൗവന കാലഘട്ടങ്ങളെ നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ ഏറ്റവും നല്ല സൗഭാഗ്യവാനാണ്. കാരണം അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ ചെറുപ്പക്കാർ ഈമാനുള്ള ആളുകളാണ്, മുഅ്മിനീങ്ങളായ ആളുകളാണ്. അള്ളാഹു അവരെ പുകഴ്ത്തി പറഞ്ഞു. ഇന്നും നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് അള്ളാഹു എടുത്തു പറഞ്ഞു, ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ആ ഒരു മെന്റാലിറ്റി, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ വാക്കുകൾ കേൾക്കുന്ന, ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന ചെറുപ്പക്കാർ കടന്നു വരേണ്ടതുണ്ട്. റബ്ബ് പറഞ്ഞു, അവർ ചെറുപ്പക്കാരാൻ. ആ ഗുഹയിൽ അകപ്പെട്ട ആൾക്കാർ ചെറുപ്പക്കാരാൻ. എന്താ അവരുടെ പ്രത്യേകത? ആമനു ബി റബ്ബിഹിം. തങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് തങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അറിവുള്ള രക്ഷിതാവിൽ അവർ വിശ്വസിച്ചവരാൻ, മുഅ്മിനീങ്ങളാൻ.
അതുകൊണ്ട് തന്നെ ഈമാൻ ഉള്ളതുകൊണ്ട്, അള്ളാഹുവിനെ പേടിയുള്ളത് കൊണ്ട്, അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളത് കൊണ്ട് വസിദിനാഹും ഹുദ, അവർക്ക് ഹുദയെ നാം വർദ്ധിപ്പിച്ച് നൽകും. അവർക്ക് ഹുദയെ ഞാൻ ധാരാളമായി നൽകി. ആ ഹുദയിൽ അവർക്ക് വർധനവ് നൽകി. ഹദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹിനോട് 5 നേരം ചോദിക്കുന്നവരാ നമ്മൾ. ആ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ അവർക്ക് നിലയുറപ്പ് നൽകി എന്നാണ് ആ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്. കാരണം അവർ ഈമാനുള്ളവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത പറഞ്ഞു. നാളെ പരലോകത്തെ അതിഭീകരമായ അവസ്ഥയിൽ അർശിന്റെ തണൽ വിരിച്ച് അള്ളാഹു കുളിർമ നൽകുന്ന, ആശ്വാസം നൽകുന്ന 7 കൂട്ടം ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫി ദില്ലി, അള്ളാഹു അവന്റെ അർശിന്റെ തണലാൽ വിരിവൽകിയ, ആശ്വാസം നൽകിയ 7 കൂട്ടരിൽ ഒരുവർ. വമിൻ ബൈനിഹിം ഷാബുൻ നശഅ ഫീ ത്വാഅത്തില്ലാ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി. മറ്റൊരു റിവായത്തിൽ അള്ളാഹുവിൽ ഭയത്തോടെ, അള്ളാഹുവിൽ പ്രതീക്ഷയോടെ, തഖ്വയോടെ അള്ളാഹിനനുസരിച്ച് ജീവിച്ച ചെറുപ്പക്കാരുണ്ടോ, അള്ളാഹു അർശിന്റെ തണൽ നൽകുമെന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഥവാ ഒരു യൗവന കാലഘട്ടം അതിനെ ഈമാനികമായി മുന്നോട്ട് നയിക്കാനുള്ള പ്രചോദനവും പ്രേരണയുമാണ് അള്ളാഹുവിൻ്റെ സംസാരങ്ങളിൽ, അഥവാ വിശുദ്ധ ഖുർആനിൽ, അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷ വാർത്തകളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുക. റസൂലുള്ളാഹി പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യം ജീവിതത്തിൽ വരുന്നതിൻ്റെ മുന്നേ 5 കാര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. 5 കാര്യം വരാണ്ട് നമ്മൾ ഈ ആയുസ്സിൽ, ആ 5 കാര്യം വരുന്നതിന് മുന്നേ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതിലൊന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക, അല്ലേ? ഒരു വാർദ്ധക്യം വരുന്നതിൻ്റെ മുന്നേ, വാർദ്ധക്യത്തിലെത്തിയിട്ട് ഖുർആൻ ഓതാ അപ്പോൾ എൻ്റെ ഈമാനൊക്കെ ശരിയാക്കാന്നുള്ള ചിന്തല്ല. ഈ യൗവന കാലഘട്ടത്തിൽ, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് തൻ്റെ യുവതയെ, തൻ്റെ യൗവനത്തെ നീ ഉപയോഗപ്പെടുത്തുക. അതിനെ ഏറ്റവും നല്ല നിലക്ക് നീ മുന്നോട്ട് നയിക്കുക. വസിഹതക ഖബ്ല സഖമിക, റസൂലുള്ളാഹി പറഞ്ഞു, അസുഖം വരുന്നതിന് മുന്നേ നീ ഒന്ന് ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നിന്റെ ആ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക. അല്ലെ, തളർന്ന് കിടക്കുമ്പോൾ പലതും തോന്നും, പക്ഷെ അതിന് മുന്നേ തളരാത്ത നിമിഷങ്ങളെ നീ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. വഫറാഗക ഖബ്ല ശുഗ്ലിക, ജീവിതത്തിൽ പല തിരക്കുകളും വരും, എന്നാലും ഒഴിവ് സമയം കിട്ടും. ഒഴിവ് സമയം കിട്ടുമ്പോൾ ആ ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തുക. പിന്നെ ബിസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു എന്ന് പറയുന്ന വാക്കുകൾക്ക് വിലയില്ല, അത് അർത്ഥശൂന്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹിക്മത്തോടു കൂടിയാൻ. യൗവന കാലഘട്ടത്തിൽ അറിവ് വർദ്ധിപ്പിക്കുക. അല്ലെ, ഒരുപാട് അറിവുകൾ വിശുദ്ധ ഖുർആനിലെയും പ്രവാചക ഹദീസുകളിലെയും വർത്തമാനങ്ങൾക്ക് സമയം ചെലവഴിക്കുക, ആരോഗ്യം ചെലവഴിക്കുക, സമ്പത്ത് ചെലവഴിക്കുക. കാരണം അറിവ് യൗവന കാലഘട്ടത്തിൽ ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്താണ്. വാർദ്ധക്യകാലത്തിലേക്കുള്ള ഏറ്റവും നല്ല മുതൽക്കൂട്ടാൻ. ഒരു കുടുംബത്തെ, വ്യക്തി ജീവിതത്തെ, ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും വലിയ കരുത്താണ് അറിവെന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിച്ച ഒരാൾ ഒരു മാർഗത്തിലിറങ്ങിയാൽ അവൻ അവൻ്റെ സ്വർഗവഴിയെ എളുപ്പമാക്കി എന്നാണ്. അതിനോളം വന്ന ആഗ്രഹം മറ്റൊന്നുമില്ലല്ലോ. ഈ യൗവന കാലഘട്ടത്തിൽ സ്വർഗീയ വഴികളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കുതിച്ചിറങ്ങുക. പല കാര്യങ്ങളിലും നമ്മൾ തിരക്കിലാണ്, പലതും നമ്മളെ പിന്നോട്ടേക്ക് വലിക്കുന്നു, പല ഡിസ്ട്രാക്ഷൻസുകളും നമ്മളെ പലതിൽ നിന്നും ഇസ്ലാമികമായി, ഈമാനികമായി, വൈജ്ഞാനികമായി ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്നു. പക്ഷെ യുവാക്കളെ, യുവമിഥുനങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഈ കാലഘട്ടങ്ങൾ അറിവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഖുർആൻ പഠിക്കുക. എത്ര സദസ്സുകളുണ്ട്, എത്ര സൗകര്യങ്ങളുണ്ട്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ എന്തോരം സോഴ്സുകളുണ്ട് ഖുർആൻ പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ. പക്ഷെ മറ്റു പലതിനും നമ്മൾ സമയവും ആരോഗ്യവും സമ്പത്തും ചെലവിടുമ്പോൾ നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി നമ്മൾ എത്ര കണ്ട് ബോധവാന്മാരാണ് എന്ന് ഈ സംസാരങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുമാറാവട്ടെ. ഓരോ ദിവസവും നമ്മൾ നമ്മുടെ യൗവനമാകുന്ന ഒരു പുസ്തകത്തെ വായിക്കുക. ഇന്ന് ഞാൻ എന്താ നേടിയത്, ഇന്നലത്തേതിലും കഷ്ടമാണോ എന്ന് ഓർക്കുക. കാരണം ഇന്നലത്തെ ഹൈറ് ഇന്ന് ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ഏറ്റവും വലിയ നഷ്ടമാണ്. ഇന്നലകളിലെ ഫളിലുകൾ, ശ്രേഷ്ഠതകൾ, അമലുകൾ ഇന്നത്തെ ജീവിതങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മൾ വല്ലാത്ത കുറവുള്ള ആളുകളാണ്.
ജീവിതത്തെ ഒരു പുസ്തകമായി വായിക്കുക. ഇന്ന് എനിക്കെന്തുണ്ട്, നാളെ എന്തെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന പ്ലാനുകൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. യൗവനത്തെ അങ്ങനെ നല്ല രൂപത്തിൽ നമ്മൾ ചെലവഴിക്കുക എന്നാണ്. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചറിയുക, പല ഹറാമുകളിൽ നിഷിദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ, സമ്പാദന മേഖലയായാലും നമ്മൾ സമ്പാദിച്ചത് ചെലവഴിക്കുന്ന മേഖലകളായാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിവിനനുസരിച്ച് അതിനുപയോഗപ്പെടുത്തുക. അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചറിയുക. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം അറിവ് ഹിക്മത്ത് നൽകപ്പെട്ടവനോളം ഖൈർ വേറെ ആർക്കുമില്ല എന്നാണ്. വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അടിവരട, നെഞ്ചിൽ കുറിച്ചു വെക്കുക. നമ്മുടെ വീടുകളിൽ കാലിഗ്രാഫി ആയിട്ട് എഴുതി വെക്കാമെങ്കിൽ അതാ എഴുതി വെക്കേണ്ടത്. എന്താ? വമൻ യുഅ്തിൽ ഹിക്മ. ആർക്കെങ്കിലും ഹിക്മത്ത് കിട്ടിയോ, വിവേകമുണ്ടോ, അറിവുണ്ടോ, ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ജീവിതത്തിൽ ഒരുപാട് ഖൈർ അയാൾക്ക് കിട്ടിയെന്നാണ്. ആ നന്മകളുടെ ഏറ്റവും നല്ല അനുഭവ സമ്പത്തുള്ളവരായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവേകികളിലെ അർത്ഥശൂന്യമായ അവിവേകങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ സജീവരാകാൻ ഈ യൗവന കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹ്. അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ പറഞ്ഞു വന്നത് ഒരാൾക്ക് ഒരു പുരുഷായുസ് ലഭിച്ച ഏറ്റവും നല്ല സുന്ദരമായ ഒരു കാലയളവിനെ സംബന്ധിച്ചാണ് യൗവനം, യുവത്വം. എല്ലാ ആളുകൾക്കും, എല്ലാ ഭരണാധികാരികൾക്കും ആവശ്യം ചെറുപ്പക്കാരെയാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പും അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണും ആ വീട്ടിലെ അല്ലെങ്കിൽ ആ നാട്ടിലെ ചെറുപ്പക്കാരാണ്. ഏറ്റവും നല്ല ചുമതലകളെ അവരുടെ ശിരസ വഹിക്കുമ്പോൾ അതിനുള്ള കെൽപ്പും ആർജവും തൻ്റെ ഇടവും ആ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ കാലഘട്ടം അറിവില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ, ഈമാനില്ലാത്ത ചെറുപ്പക്കാരനാണെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് വലല്ല, റസൂലുള്ളാഹിൻ്റെ അടുത്ത് വലല്ല. കാരണം അള്ളാഹു വാചാലനായത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷങ്ങളെ സംബന്ധിച്ച് ധാരാളം അറിയിച്ചത് യൗവനത്തെ ഈമാനികമായി കൊണ്ടുപോകുന്നവരെ സംബന്ധിച്ചാണ്, ആ വിവേകികളെ സംബന്ധിച്ചാണ്, അല്ലാതെ അവിവേകികളിലല്ല. അവിവേകമായാൽ ഒരുപാട് അനാചാരങ്ങൾ, ഒരുപാട് ദുരന്തങ്ങൾ അറിവില്ലായ്മയാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നുള്ളത് നമുക്കറിയാം. അറിവുള്ളവൻ സുരക്ഷിതനാണ്, ഇഹത്തിലും പരത്തിലും അവർക്ക് നന്മകളാണ് എന്നാണ് അല്ലാഹും അല്ലാഹുവിൻ്റെ റസൂലും നമ്മളെ പഠിപ്പിക്കും. ഈ രാജ്യത്തിൻ്റെ സമോന്നതനായ ഭരണാധികാരി ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ് തയ്യബ അല്ലാഹു സറാ, അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഇങ്ങനെയാണ്: യാദ ശബാബൽ ബാനി ബാദിർ വഖും ബിജുഹൂദ്. ഓ ചെറുപ്പക്കാരാ, നീ നിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ നീ നിന്റെ രാജ്യത്തെ നല്ല രൂപത്തിൽ പടുത്തുയർത്തുക. നീ നിന്റെ യൗവനത്തെ ഏറ്റവും നല്ല എഫേർട്ട് ഇടുന്ന, പരിശ്രമിക്കുന്ന ഒരു കാലയളവായി നീ അതിന് ഉപയോഗപ്പെടുത്തുക എന്നാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഇവിടുത്തെ പൗരന്മാർക്കും ഇവിടെ അധിവസിക്കുന്ന ആളുകൾക്കും ആ ജീവിത കാലയളവിൽ നൽകിയ ഉപദേശമെങ്കിൽ അത് ഓരോ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും ആ നാട്ടിലെ ചെറുപ്പക്കാരെ ഉപദേശിക്കുന്ന വർത്തമാനങ്ങളാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒരു പ്രശ്നം നാട്ടിലുണ്ടായാൽ, എന്തെങ്കിലും ഒരു ദുരിതം ഉണ്ടായാൽ അവിടെ ഒരു കൂടിയാലോചന നടത്തും. ആ കൂടിയാലോചനയിൽ അധികവും ആരാൻ? ചെറുപ്പക്കാരാണ്. കാരണം ചെറുപ്പക്കാരുടെ അറിവും മറ്റുള്ള അനുഭവ സമ്പത്തും അവർക്കറിയുന്ന ദീർഘവീക്ഷണങ്ങളും സമൂഹത്തിന് ഉപകരിക്കണം. അറിവുള്ള ചെറുപ്പക്കാരെ സദസ്സുകളിൽ നിരത്താറുണ്ടായിരുന്നു അബൂബക്കർ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആ ഒരു തരത്തിൽ ദിശാബോധമുള്ള ആളുകളെ നയിക്കാൻ കെൽപ്പുള്ള, ഈമാനികമായി അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിൽ പ്രതീക്ഷയുള്ള കാര്യങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്ന ജീവിതത്തിൽ രൂപങ്ങളായാലും സ്വഭാവങ്ങളായാലും സംസ്കാരങ്ങളായാലും സംസാരങ്ങളായാലും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്ന തൻ്റേടികളാവാൻ, ഏറ്റവും നല്ല ചെറുപ്പക്കാരാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തആവനു അലൽ ബിർരി വത്തഖ്വ, തഖ്വയിൽ നന്മയിൽ ഗുണദോഷികളായി മുന്നേറാൻ പരസ്പരം സഹായികളാകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ചിന്മകൾ ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ആരോഗ്യങ്ങളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അറിവുകളിൽ അള്ളാഹു വർധനവ് നൽകട്ടെ. അറിയുന്ന കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാ നന്മകളും കൊടുക്കട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ, സമ്പാദ്യങ്ങളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയുമാറാവട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു നന്മകൾ ചൊരിയട്ടെ. അല്ലാഹുമ്മ അദിം അലാ ദൗലത്തിൽ ഇമാറാത്തി ഇസ്സഹാ വനസ്റഹാ വസ്തിഖറാറഹാ വസ്തിഹാറഹാ വഖൈറഹാ വറഖാഅഹാ. അല്ലാഹുമ്മ ഇഹ്ഫദ് ശൈഖ് മുഹമ്മദ് ബിൻ സായിദ് റഈസ് അദ്ദൗല ബിഹിഫ്ളിക് വകുൻ ലഹു ഔനൻ വസനദാ വബാരിക് ഫി ഉംരിഹി വഅമലി. അല്ലാഹുമ്മ വഫിഖ്ഹു വനുവാബഹു വഇഖ്വാനഹു ഹുക്കാമൽ ഇമാറാത്ത് وولي عهده الأمين لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فسيح جناتك. اللهم اشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم.